ഹായ് ഗൈസ്, കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് വന്ന പൊട്ടുവെള്ളരിയുടെ കാ കിടന്ന് കിളുത്തതാണിത്. കണ്ടോ? പ്രത്യേക പരിചരണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കണ്ടോ? പൊട്ടുവെള്ളരി വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാം കായ്ച്ചു തുടങ്ങിയതേ. ഒരുപാട് വീണിട്ടുണ്ട്. നമ്മളൊരു പരിചരണവും കൊടുക്കാതെ തനിയെ കിളിർത്ത് വന്ന പൊട്ടുവെള്ളരിയാണ്. ഇതിപ്പോൾ ചൂട് സീസൺ അല്ലെങ്കിലും ഇത് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് വളരെ നല്ലതാണെന്ന് അറിയാമല്ലോ പൊട്ടുവെള്ളരി. കണ്ടോ, ധാരാളം വീണ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വിളവെടുക്കാനുള്ള സമയം ആകുന്നതും ഉണ്ട്. വേണ്ട കണ്ട ബന്ദി ഇതിനിടക്ക് നട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിനിടക്ക് ഇങ്ങനെ കിളുത്ത് വന്നതാണ്. ചെറിയ കായൊക്കെ ധാരാളം വീണ് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ തനിയെ കിളുത്ത് വന്നതാണ്. എല്ലാം ശരിക്കും പൂത്ത് കായായി തുടങ്ങിയിരിക്കുകയാണ്. ഏത് സീസണിലും നമുക്ക് പൊട്ടുവെള്ളരി കഴിക്കാം, ജ്യൂസ് അടിച്ച് കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണെന്ന് അറിയാമല്ലോ. പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾക്ക്, വയർ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സീസൺ നോക്കേണ്ട ഒരു കാര്യമില്ല. പൊട്ടുവെള്ളരി ഏത് സമയത്ത് കിട്ടാലും വിടരുത്. ഇങ്ങനെയാണ് നമ്മൾ കൃഷിയിൽ ലാഭം ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു മുതൽ മുടക്കും ഇല്ലാതെ കിളിർത്ത് വന്നതാണ്. കേട്ടോ, അപ്പോൾ നമുക്കിതൊന്നും ചെയ്യേണ്ട, ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇതിന് ഒരു പൊടി വളം പോലും ചെയ്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. വെള്ളമൊക്കെ മഴയത്തുണ്ടായ സാധനമാണ്. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ വിത്ത് കിടന്ന് തനിയെ കിളിർത്ത് യാതൊരു പരിചരണവുമില്ലാതെ ധാരാളം പൂവും കായും ഒക്കെ വന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പൊട്ടുവെള്ളരി നന്നായിട്ട് വിളഞ്ഞു കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ.